ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, അതുപോലെ തന്നെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് നിവർത്തിയെടുക്കുകയാണ്. നിവർത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലാണ് കിട്ടിയത്. ഇനി നമ്മളതൊന്ന് മൂന്നായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്, സെയിം അളവിൽ തന്നെ മൂന്നായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊന്ന് മടക്കി കൊടുത്തേക്കുന്നത്. ഇനി ആ മടക്കിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 3 പീസായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് പിടിപ്പിച്ചെടുക്കണം. എല്ലാത്തിൻ്റെയും അതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ടോട്ടൽ 6 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളൊരു ഫ്ലവർ ബെഞ്ചാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് സിക്സാഗായിട്ട് ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗോൾഡൻ വയർ എടുത്തിട്ട് ആ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക, നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മുകളിലോട്ട് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാണ്ട് പോവല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയണേ. അതുപോലെ ചാനലിൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ 6 പൂക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട, ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 പൂക്കളാണ് ഞാനിവിടെ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൂക്കളുടെ മൊട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്, അത് ഗോൾഡൻ വയറിലോട്ട് ചുറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഒരു പിങ്ക് കളർ ചെറിയൊരു പീസ് സ്ക്വയർ എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ഫ്ലവർ ടേപ്പ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. എന്നിട്ട് ഒരു വയർ ടേപ്പ് എടുത്തിട്ട് അതൊന്ന് മടക്കിയിട്ട് ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ പൂമൊട്ടുകളൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം പൂക്കൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലത്തെ 2 ഫ്ലവർ ബെഞ്ചാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കണം. ലീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലൊരു വയർ വെച്ചിട്ട് അതിൽ ഫെവി ബോണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ടുള്ളത് ഒട്ടിക്കണത്. എന്നിട്ട് അതൊന്ന് മടക്കി പിടിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലീഫിൻ്റെ അളവിൽ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. നമുക്കിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനും എളുപ്പമാണ്. ഇതുപോലെ 4 ലീഫാണ് നമ്മൾ ചെയ്തെടുത്തേക്കണേ. അങ്ങനെ 4 ലീഫും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഫ്ലവർ ബെഞ്ചിലോട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഒരു ലീഫ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മേലേക്ക് ഫ്ലവർ ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം രണ്ടാമത്തെ ലീഫ് വെച്ചു, അതും ഫ്ലവർ ടേപ്പ് ചുറ്റി നല്ല ടൈറ്റായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതുപോലെ നമ്മൾ 2 ഫ്ലവർ ബെഞ്ചും അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒന്നും വേസ്റ്റായിട്ട് കളയാണ്ട് ഇതുപോലുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാനെന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ, ടേക്ക് കെയർ.